ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ചിലർ നമസ്കാരം പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എന്തോ ഒരു വ്യത്യാസം പോലെയെന്ന് പറയും. അപ്പോൾ എന്നും നമസ്കാരത്തിൽ നിന്നൊന്നും വേറിട്ട് നിൽക്കാനാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഞാൻ വേദയ്ക്ക് സ്കൂളുണ്ട്, എക്സാമിന് പോയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വിളിക്കാൻ പോവും, എന്നിട്ട് നേരെ നെട്ടയം പോവും. നാളെ നമുക്ക് വീണ്ടും ഒരു വസ്ത്രയുടെ ഫോട്ടോഷൂട്ടുണ്ട്, വേറൊരു ലുക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാട്ടോ, നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ. പിന്നെന്താണ്, ഡോബിയെ ഇന്ന് രാവിലെ മുതൽ ഞാൻ വർക്ക് ചെയ്യാൻ വിട്ടിട്ട് ഭയങ്കര ഉഴപ്പി നടക്കുന്നു കേട്ടോ. കിച്ചണിൽ പോയിട്ട് വീണ്ടും ഒന്നേന്ന് വക്കാവാണ്. മിക്കവാറും അതിൻ്റെ ചാർജ് ഇപ്പോൾ കഴിയും. ചാർജ് കഴിഞ്ഞാൽ എന്തോ സ്റ്റക്കായി നിൽക്കുക, ഇന്ന് മൊത്തത്തിൽ പണിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചാർജ് കഴിഞ്ഞാലും പിന്നെ ക്ലീനിങ് നടക്കത്തില്ല. ഞാനിപ്പോൾ നെട്ടയത്ത് പോവുകയും ചെയ്യും. ഞാൻ അതൊന്ന് ശരിയാക്കിയിട്ട് വരട്ടെ. അങ്ങനെ ഇളക്കി വിട്ടു. അത് വീണ്ടും വർക്ക് ചെയ്യുകയാണ്. ഇന്നത് കംപ്ലീറ്റ് ആവത്തില്ല. തുടച്ചിട്ടും തന്നെ വീണ്ടും വീണ്ടും തുടച്ചുകൊണ്ടിരിക്കണം. ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ സൂക്കേടൊക്കെ അതിനുണ്ട് കേട്ടോ. പുറകേ നടക്കണം, അല്ലെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പിന്നെന്താണ്, ചൂട് സഹിക്കാൻ വയ്യ. 2 ദിവസമായിട്ടൊന്നും മഴ പെയ്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മഴയും ഇല്ല, ഒന്നുമില്ല. പിന്നെ വേറെ സ്കൂളിൽ ഞാനും വിളിച്ചിട്ട് അതുവഴി അങ്ങ് നെട്ടയത്ത് പോകും. പോകുന്ന വഴിക്ക് നമ്മുടെ കല്യാണി കോട്ടൺ സാരീസ് ഇന്നലെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് നമുക്ക് അയക്കാൻ പറ്റില്ല. മീൻസ് ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ 5-6 പീസ് ഉണ്ടായിരുന്നു, അതെല്ലാം സെയിലായി. അപ്പോൾ അത് കൊറിയർ ചെയ്തിട്ട് വേദം വിളിച്ചിട്ട് ഞാൻ അങ്ങ് നെട്ടയത്ത് പോകും. നെട്ടയത്ത് വന്നു. പാവ ഒരു ഗർഭിണിയുടെ ആഹാരം നോക്ക്. ചോറും രസവും. പ്രോട്ടീൻ ഉണ്ടോ, കാൽഷ്യം ഉണ്ടോ, വിറ്റാമിൻ ഉണ്ടോ? ചിക്കൻ ഫ്രൈ, ഉണക്ക കൊഞ്ച്, ഉണക്ക ചെമ്മീൻ ചമ്മന്തി, എന്തോന്ന് ബനാന റോസ്റ്റ്. അത് ചോറിൻ്റെ കൂടെ കഴിക്കാനല്ല കേട്ടോ. രസം, ബീഫ് റോസ്റ്റ്, യൂണിഫോം. എന്തോന്ന് ഞാൻ ഇട്ടില്ല, ഇനി എന്ത് പ്രശ്നം എന്തോന്ന്? യൂണിഫോം എടുത്തോണ്ട് അച്ഛ കഴുകിയിടണ്ടേ? ഓ, എനിക്ക് കഴുകിക്കൂടാ, ഞാൻ ഗസ്റ്റാണ്. ചപ്പാത്തി എവിടെ? ചപ്പാത്തി, ചോറ് ഇത്രയുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ ചോറും രസവും മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ചോറും ചമ്മന്തിപ്പൊടി. ചപ്പാത്തി എനിക്ക് വേണം, ചപ്പാത്തിയും ബീഫ് റോസ്റ്റും. ഇന്നലെ എൻ്റെ ഏട്ടൻ കഴിച്ചിട്ട് ബീഫ് വെന്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്നും രഹസ്യം പറഞ്ഞ് എല്ലാരും കേട്ടു. പക്ഷെ തേങ്ങാവെള്ളം ഒഴിക്കണം, എല്ലാരും കേട്ടു. ആ ചെമ്മീൻ ചമ്മന്തിയുടെ മണം ചീമയ്ക്ക് തിന്നൂടെ. ഗർഭിണികൾ കഴിച്ചാൽ ഗ്യാസ് ഇളകും എന്നാണ് പറയുന്നത്. ചെമ്മീൻ ചമ്മന്തി, ഉണക്കമീൻ, ലേശം നാരങ്ങ അച്ചാറും ഒരു വറുത്ത മുളക് കൂടെ ആവാം അല്ലേ? തേരോ പൊന്നു. മമ്മിയുടെ വർഷങ്ങൾ പഴക്കം ചെന്ന മുഴുവൻ നാരങ്ങ അച്ചാർ ശകലം വേണം. എല്ലാരും കാണട്ടെ. മാങ്ങ വേണ്ട, എനിക്ക് നാരങ്ങയും ഒരു വറുത്ത മുളകും. കണ്ട് കിട്ടി. എത്ര വർഷമായി? 5 വർഷമായ നാരങ്ങ നിറച്ചത് ഫ്രിഡ്ജിൽ വയ്ക്കാത്ത. എനിക്ക് അത്രയൊന്നും വേണ്ട, കുറച്ച് ഈ ചോറ് തിന്നാൻ ലേശം. പിന്നെ വൈ മുഴുവനെ നാരങ്ങ വച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കയ്പൊന്നുമില്ല, അപ്പൊ കയ്പുണ്ടായിരുന്നു. കല്യാണത്തിന് വാങ്ങിച്ചല്ല, സദ്യയോടൊപ്പം ഉണ്ടായിരുന്ന ഉണക്കമാവും. എനിക്ക് ലേശം ചമ്മന്തിപ്പൊടി ഇടാണ് പ്ലീസ്. ഞാൻ ഇത്രയും പ്രൊമോഷൻ തന്നില്ല, എനിക്ക് മുളക് പറഞ്ഞാൽ മതി. പിക്കിൾ ബിസിനസ് അങ്ങനെ പോണ്. ഇപ്പൊ പ്രൊമോഷൻ കൊടുക്കാത്തോണ്ടില്ല, ഇപ്പൊ എത്തിയിട്ടുള്ളതാണ്. അതുമല്ല ഇനി ചീമേര ഇതൊക്കെ കഴിയാതൊന്നും നടക്കില്ല. കുറച്ച് ചമ്മന്തിയുടെ താ. നമ്മളെ ലൈവ് വോയിസ് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. പാവം അമ്മേട്ട ചമ്മന്തിയൊക്കെ കൊണ്ട് തന്നു. ചമ്മന്തിയും അച്ചാറും ഉണക്കമാവും കൊള്ളാം. ചോറ് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ബീഫും.
ചിക്കൻ ഫ്രൈ. വേദയുടെ ചിക്കൻ ഫ്രൈ ആണ്. അതെ, നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക് ഹെൽപ്പിന് ഒരാളെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഒരു നമ്പർ മെസ്സേജും ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, പോകാനൊക്കെ അങ്ങനെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. കുക്കിംഗ് ഒന്നുമില്ല, ക്ലീനിങ്ങും, ആഴ്ചയിൽ ഒരു ദിവസം ടോയ്ലറ്റ് കഴുകുക, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം പൊടി അടിക്കുക, പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ മുറ്റം പോലും അടിച്ചു വരാനോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ അച്ചിയാണല്ലോ, കൊച്ചിൻ്റെ തുണികളൊക്കെ അച്ചി കഴുകുമല്ലോ. അയ്യോ, അച്ചിക്ക് നാണക്കേടായി. നാളെ കണ്ടല്ലോ എല്ലാവരും തുണി കഴുകണത്. അപ്പോൾ ഇതൊക്കെയാണ് ജോലി. വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിലോ വസ്ത്രയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, അതിലൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ജോലിയുടെ ആവശ്യത്തിന് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ വെറുതെ കിടന്ന് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക, അതൊന്നും നമുക്ക് നോക്കാനുള്ള സമയമില്ല, എല്ലാത്തിനും കൂടി റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേട്ടോ, ആർക്കെങ്കിലും അങ്ങനെ ജോലിക്ക് നെട്ടയത്താണ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഈ നെട്ടയം ഏരിയയിലൊക്കെ ആണെങ്കിൽ പോയി വരാൻ സൗകര്യം ഉണ്ടാവും. രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് പോകാവുന്ന ജോലിയേ ഉള്ളൂ. പിന്നെ ദൂരോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കിടക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ഇവിടെ അങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. എങ്കിലും അതിനെക്കാട്ടി നമുക്കും നല്ലത്, നിങ്ങൾക്കൊക്കെ നല്ലത് പോയി വരുന്ന രീതിയിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കൂ. കിടക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും നോക്കൂ എന്ന് എനിക്കൊന്ന് മെസ്സേജ് ഇടും കേട്ടോ. മെസ്സഞ്ചറിലോ വസ്ത്രയുടെ നമ്പറിലോ മെസ്സേജ് ഇട്ടേക്ക് കേട്ടോ. ഇന്നലെ ചീമയുടെ സ്കൂൾ മേറ്റ്സ് വന്നിരുന്നു. 9ാം മാസം വയറ് കാണാൻ വന്നിരുന്നു. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതിന് പാവം ചീമയുടെ സ്കൂൾ മേറ്റ്സ് ആണ് വന്നത്. വേദയുടെ ട്യൂഷൻ ടീച്ചറായിരുന്നു സംഗീതയും ആര്യയും കൂടി വന്നു. 9ാം മാസം 9 കൂട്ടം പലഹാരം കൊണ്ടാണ് കുട്ടികൾ വന്നത് കേട്ടോ. എന്തോന്നത് ചീമ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തത്. വേദയ്ക്കൊരു സർപ്രൈസ്. ഓർഡർ ചെയ്തത് നിന്റെ ഫോണിൽ നിന്നൊന്നും ഓർഡർ ചെയ്യാൻ നോക്കും. മറ്റേ പനീർ പിസ്സ ഇതല്ല സാധനങ്ങളുടെ അത് ഉണ്ടായിരുന്നല്ലേ പനീർ. വേദ ഹാപ്പി. നിന്നെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചത്. വേദ നാരങ്ങ വെള്ളം പിഴുകി തന്നു. വേദയും അച്ചി. എനിക്ക് ഞാൻ ചെയ്യണം. അതാണ് എൻ്റെ അവസ്ഥ. ചായക്ക് മധുരം ഇടണമെങ്കിൽ ഞാൻ പോണം, എനിക്ക് നാരങ്ങ വെള്ളം പിഴണമെങ്കിൽ ഞാൻ പോണം, എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പോണം. ഇവിടെ സാധാ മനുഷ്യർ തിന്നണം കുടിക്കണമെങ്കിൽ തരും, അല്ലാതെ അഡീഷണൽ ആയിട്ട് ഓരോരുത്തരൊക്കെ ഉണ്ടാക്കാനൊന്നും എനിക്ക് സൗകര്യം. ഇങ്ങോട്ട് തിരിഞ്ഞാണ് ഗൈസ്. പണ്ട് മിസ്റ്റർ ബീൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നേ, മിസ്റ്റർ ബീൻ്റെ കാർട്ടൂൺ. അതിൽ മിസ്റ്റർ ബീൻ്റെ ആ ലേഡി ആര്, ഹൗസ് ഓണർ അല്ലേ? അതിലൊരു ഹൗസ് ഓണർ ലേഡി, ഒരു പൂച്ചയുണ്ട്, ആ സെയിം ഹൗസ് ഓണർ. മിസ്റ്റർ ബീൻ്റെ ആ കാർട്ടൂൺ കണ്ടിട്ടില്ലാത്തവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം, മിസ്റ്റർ ബീൻ കാർട്ടൂൺ ലേഡി, ആംഗ്രി ലേഡി. സെയിം സ്വഭാവവും സെയിം രൂപവും. ഞാൻ ഇതിൽ വെട്ടി ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ആ ലേഡിയെ വെട്ടി ഒട്ടിക്കാം, എന്നിട്ട് നിങ്ങൾ പറയാം അത് തന്നെയാണോ എന്നുള്ളത്. ഇങ്ങോട്ട് തിരി. അങ്ങനെയല്ല, ചില സമയങ്ങളിൽ ഇരിക്കുമ്പോൾ കറക്റ്റ് ആ സെറ്റിലിരിക്കും, കറക്റ്റ് ആ ലേഡിയാണ്. കറക്റ്റ് ഇതുപോലെ മുടി കെട്ടും നൈറ്റിയും ഒരു സ്റ്റിക്ക് കൂടെ വേണം. ഇതാട്ടോ ഞാൻ മിസ്റ്റർ ബീനിൽ പറഞ്ഞ ആ അമ്മച്ചി. എനിക്ക് ചില സമയങ്ങളിൽ അമ്മ ഇരിക്കണം കാണുമ്പോഴേ അതുപോലെ തോന്നും. സ്വഭാവം അതുപോലെ തന്നെ കേട്ടോ. ചില സമയങ്ങളിൽ അമ്മ പറയായിരുന്നു, നീ അനാവശ്യമൊക്കെ കാണിച്ചു വെച്ച നിനക്കൊന്ന് പൊങ്കാലായിരിക്കും, നോക്കിക്കോ, എന്നെ കുറ്റം പറഞ്ഞാൽ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പൊങ്കാലാണെങ്കിലും ഞാനൊരു നഗ്നസത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മയുടെയും അതിസാഹസികമായ ഒരു പ്രകടനമാണ്. ശരിക്കും പറഞ്ഞാൽ താഴെ ഇനി ചിമയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ വാവയും അമ്മയും അവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ കിടക്കാൻ ആ ബെഡിൽ കുഞ്ഞും ചീമയും കിടന്നാൽ പിന്നെ അമ്മയ്ക്കൂടെ കിടക്കാനുള്ള സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ബെഡ് മുകളിൽ കിടപ്പുണ്ട്. ബെഡുകളുടെ മേളാട്ടോ, മുകളിൽ 2 അഡീഷണൽ ബെഡുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു കുഞ്ഞു ബെഡിനെടുത്ത് താഴെ ഇറക്കുകയാണ്. അപ്പോൾ അച്ഛനോട് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കെങ്ങും വയ്യ, നാളെ എങ്ങാനും ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അമ്മയ്ക്കും അങ്ങ് ആവേശം കയറിപ്പോയി. അങ്ങനെ ഞാനും അമ്മയും കൂടി കട്ടിലിന് അതിഗംഭീരമായിട്ട് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആ സ്റ്റെയർ കേസ് വന്നിട്ട് ഇങ്ങനെ
കേവായിട്ടാണ് കിടക്കുന്നത്. അതുവഴിക്ക് മനുഷ്യന് നേരെ നടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോഴാണ് പിന്നെ ഈ കട്ടിലും കൂടി വലിച്ചിറക്കുന്നത്. പരിചയമില്ലാത്തവർ വന്നാൽ ആ സ്റ്റെയറിൽ നിന്ന് ഉറപ്പായിട്ടും താഴെ വീഴും. കാരണം ആ റൈറ്റ് സൈഡിൽ മാത്രമാണ് കുറച്ച് വീതി സ്റ്റെപ്പിനുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വീതി ഒട്ടും കുറവില്ല, അതുവഴി നടന്ന് വരാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് കട്ടിൽ സ്മൂത്തായിട്ട് ഇറക്കാൻ പറ്റി. അപ്പോൾ അച്ഛൻ നാളെ എടുത്ത് ഇറക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാനും അമ്മയും കൂടി എടുത്ത് ഇറക്കുന്നതിൻ്റെ ദേഷ്യം പറഞ്ഞാലും കേൾക്കില്ല. എൻ്റെ ക്ലോക്ക് ഇപ്പോൾ പോയാൻ, അത് പോയാൻ, ഇത് പോയാൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ കിടന്ന് ദേഷ്യം പെടുന്നുണ്ട്. പക്ഷേ സംഭവം താഴെ ഇറക്കി ആ റൂമിലേക്ക് കയറ്റിയിട്ടപ്പോൾ അച്ഛൻ പിന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇറക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി അച്ഛനും അതിൽ സഹായിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം അച്ഛൻ മൂവി എന്തോ കണ്ടുകൊണ്ട് അങ്ങനെ അതിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊരു തടസ്സമായി ഞാനും അമ്മയും കൂടി ആവേശം കാണിക്കാൻ ഇറങ്ങിയത്. അതാണ് സംഭവം. പക്ഷേ റൂമിൽ കൊണ്ടിട്ടപ്പോൾ പിന്നെ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ല. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഞാനും അമ്മയും കൂടി ഇറക്കി കേട്ടോ. അത് അച്ഛനും അമ്മയും കൂടെ വഴക്കൂടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം അച്ഛൻ്റെ ക്ലോക്ക് ഇപ്പോൾ താഴെ വീണ് പൊട്ടിയാൻ, ഇപ്പോൾ അവിടെ പൊട്ടും ഇവിടെ പൊട്ടും, ഇടിക്കും, നിങ്ങൾ വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കാണ് പെട്ടെന്ന് ആവേശം കയറിയത് കേട്ടോ. ഞാൻ പറഞ്ഞ അമ്മയോട് പറഞ്ഞ് നമുക്ക് എടുക്കാമെന്ന് ചോദിച്ചു. എടുക്കാമെന്ന് പറഞ്ഞ അമ്മയ്ക്ക് കാല് പോലും വയ്യ, എന്നിട്ട് ആവേശം കയറി എടുത്തു കേട്ടോ. എന്നിട്ട് അമ്മ എന്നെ പറഞ്ഞു, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ കട്ടിലിൽ നിന്ന് താഴെ ഇറക്കിയില്ലേന്ന്. അപ്പോൾ അതേ റൂമിൽ ഒരു കുഞ്ഞ് കട്ടിലൂടെ ഐഡിയലിസ്റ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ വാവ വന്നാലും അമ്മയ്ക്ക് മൂക്കം മൂളന്നേ വായിൽ വരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അമ്മയും കൂടി കിടക്കുമ്പോൾ സുഖമായല്ലോ. സോ നാളെ ഞാൻ പറഞ്ഞില്ലല്ലോ ഫോട്ടോഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നത്. അല്ലെങ്കിൽ വരില്ലായിരുന്നു, വേറെയൊക്കെ എക്സാം നടക്കുന്നുണ്ട്. ഇവിടെ വന്ന പഠിത്തമൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ വരില്ലായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് ഒരു 7 o'clock ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾ സിറ്റിയിലാണ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയാൽ ഭയങ്കര തിരക്കായിരിക്കും, ക്രൗഡ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് രാവിലെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ എന്ത് വേണം, അല്ലെങ്കിൽ നാളെ രാവിലെ വരുള്ളായിരുന്നു. അപ്പോൾ അത് രാവിലെ മേക്കപ്പിന് 4 മണിക്ക് പോകണമൊക്കെ ആയതുകൊണ്ട് ഞാൻ കരുതി ഒന്ന് വരാം, വന്നിട്ട് നാളെ പോകാമെന്ന് കരുതി. അവിടെ നിങ്ങൾക്ക് എന്ത് വേണം? വേറെ വന്നേ ശല്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഓടിച്ചു വിട്ട് ഞാൻ. അപ്പം ഞാൻ ഉടുക്കാനിരുന്ന സാരി ഇപ്പം നാളെ എന്തായാലും ഫോട്ടോഷൂട്ട് നടക്കുന്നില്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. വിട്ടുപോയി, വേറെ വന്നെന്ന് കാര്യമൊക്കെ പറയുമ്പോൾ പോയി. അപ്പോൾ ഫോട്ടോഷൂട്ട് നടക്കുന്നില്ല, ഫോട്ടോഗ്രാഫർക്ക് നാളെ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെയായിരുന്നു ഞാൻ എൻ്റെ വിഷു ഷൂട്ടും പ്ലാൻ ചെയ്തത്. അത് നമ്മുടെ അതും അശ്വതി ഉണ്ടല്ലോ, ചീമയുടെ വളകാപ്പിനൊക്കെ ചെയ്ത ആ കുട്ടിയാണ് മേക്കപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അശ്വതിയും ഞാനും കൂടി എന്ന് ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് മൊമെൻറ്റിൽ അത് നടക്കത്തില്ല. മെയിൻ ഫോട്ടോഗ്രാഫർ ഉണ്ടാവില്ല, അവരെന്തെങ്കിലും ബിസി ആയിട്ട് പോകും. അപ്പോൾ നാളെ ഫോട്ടോഗ്രാഫർ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഫോട്ടോഷൂട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി എന്തായാലും വേദയുടെ എക്സാമും കഴിഞ്ഞ് ചീമയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടാവത്തുള്ളൂ. അതുവരെ ഇനിയൊന്നും നടക്കത്തില്ല. പിന്നെ കുറച്ച് സാരീസ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇനി വേദയുടെ എക്സാമും കഴിഞ്ഞ് ചീമയുടെ ഡെലിവറിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ചീമ വീട്ടിൽ വന്നാൽ ഉടനെ തന്നെ ഞാൻ കുറച്ച് സാരീസ് എടുക്കാൻ പോകുന്നുണ്ട്, വിഷു കളക്ഷൻസ്. വേദയ്ക്ക് എക്സാമും ചീമ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പോവാതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. വേദയ്ക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ പാടായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സെക്കൻഡ് ഡേ തന്നെ ഞാൻ സാരീസ് എടുക്കാൻ പോകുന്നുണ്ട്. സാരീസും കോട്ട് സെറ്റും എല്ലാം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഉള്ളതനുസരിച്ച് കൊണ്ടുവരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസൊക്കെ പ്രീ ബുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സാരീസൊക്കെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നാളെ ഉടുക്കാനിരുന്ന സാരി ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാട്ടോ ഞാൻ ഉടുക്കാനിരുന്ന സാരി, മഹേശ്വരി കോട്ടൺ. ഇതിൻ്റെ ഒരു 4-5 പീസ് ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഞാൻ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഒരു യെല്ലോ ആൻഡ് റെഡ് കളർ, അതിൽ കുറേ പീസ് എടുത്ത് പോയിട്ട് ഇനി ഒരു പീസ് അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ ചീമയുടെ വളകാപ്പിനെടുത്തൊരു കളർ കോമ്പിനേഷൻ ഉണ്ട്, റെഡ് ആൻഡ് ബ്ലൂ, അതും ഒരു പീസ് അവൈലബിൾ ആണ്. ഇത്രയും സാരീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ഭയങ്കര രസമായിട്ട് ചെയ്യാമെന്നൊക്കെ കരുതി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ നടന്നില്ല, ഉടുത്ത് കാണിക്കാൻ ഇപ്പോൾ പറ്റില്ല. അത്ര ഭംഗിക്ക് ഉടുത്തൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, വസ്ത്രയുടെ, അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇതാണ് സാരി, മഹേശ്വരി കോട്ടൺ ആണ്. ഇത് ട്രെൻഡിങ് സാരിയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് കല്യാണി കോട്ടണും മഹേശ്വരി കോട്ടണുമാണ്. അതിൽ മഹേശ്വരി കോട്ടൺ സാരിയാണ് ഇത്. വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഈ സാരീസാണ് മഹേശ്വരി കോട്ടൺ, 2 വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയേ വാട്സപ്പ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എൻഡ് ചെയ്യാം. ഇന്നലെയൊക്കെ ആരോ കമൻറ്റ് ഇട്ടിരുന്നു വീഡിയോ ചെറുതായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു ഭയങ്കര ബോറിംഗ് ആണ്, ഇപ്പോൾ എന്നും വീട്ടിലെ വ്ളോഗ് കാണും, ബോറിംഗ് ആണ്, നിങ്ങളുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ വ്ളോഗ് ഇടാം. ഇപ്പോൾ വേദയ്ക്ക് എക്സാമും കാര്യമൊക്കെ നടക്കുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി ഈ വീട്ടിലെ വിശേഷങ്ങൾ കാണുക. ഞങ്ങൾ കാശ്മീരൊക്കെ പോകാൻ പ്ലാൻ ചെയ്തതാണ്. ചീമയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി
നൂലുമായിട്ട് കഴിയാണ്ടെങ്ങും പോകാൻ പറ്റില്ല. അപ്പോൾ കാശ്മീർ ട്രിപ്പൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മാക്സിമം പറ്റുന്ന പോലെ ട്രാവൽ വ്ളോഗൊക്കെ ഇടാം. വീട്ടിലെ വിശേഷങ്ങൾ കണ്ടൊന്ന് സഹകരിക്കൂ. വീട്ടിലെ വിശേഷമാകുമ്പോൾ വീഡിയോയുടെ ലെങ്തും കുറയും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.